എന്റെ പൊന്നിയേട്ടാ, വീട്ടില് അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇനി ഇതൊന്നും പറഞ്ഞ് നമുക്ക് കുറെ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇത്രയും കണ്ടന്റ് കിടക്കുമ്പോൾ ഞാൻ എന്തിനാ പുറത്ത് പോയി വേറെ അന്വേഷിക്കുന്നത്? അപ്പോ ഇന്നത്തെ എൻ്റെ കണ്ടന്റിന്റെ പേരാണ് ലീന. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാട്ടോ ഞങ്ങൾ പരിചയപ്പെട്ടത്. അല്ലെങ്കിലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഏകദേശം അനുഭവം ഉണ്ടാവുമല്ലോ. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ പക്ക ഡീസൻ്റാ. കൃത്യം 5:30 പുള്ളിക്കാരത്തി പഠിക്കാൻ അലാറം വെക്കും. നിങ്ങളുമൊക്കെ ആ കൂട്ടത്തിലായിരിക്കുമല്ലോ. എന്നിട്ട് 5:30 ഈ അലാറം അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവൾ എഴുന്നേറ്റ് ഇത് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങും നിങ്ങളെപ്പോലെ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അവൾ അങ്ങനേ അല്ല. കൃത്യം 5:30 അലാറം വെക്കുന്ന ഇവള് 5 മണിയാകുമ്പം എഴുന്നേക്കും. എന്നിട്ട് ആ ഫോണിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കും. ഞാൻ ചോദിച്ചത്, എന്തായിട്ട് നിനക്ക് വട്ടായി രാവിലെ എണീറ്റ് ഇങ്ങനെ അലാറം വെച്ചിട്ടിരിക്കുന്നു? എടി പെണ്ണേ, നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ച ഫോണല്ലേ, അത് അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണ്ടേന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും അവളൊരു മടിച്ചിയൊക്കെ ആണ്, പഠിക്കത്തില്ലെന്ന്. പക്ഷെ പഠിക്കാൻ നല്ല മിടുക്കിയ, ഇത്തിരി അതിബുദ്ധി കൂടുതലുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? ഞങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത്. അങ്ങനെ ഞങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുക കേട്ടോ. കഷ്ടം പാവം, അവൾക്കന്ന് ജലദോഷമായിരുന്നു. ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് തുമ്മലോട് തുമ്മല്. അപ്പം ഞാനൊന്ന് നോക്കി, നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമല്ലോ. ഞാൻ നോക്കിയപ്പം ഇവള് പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് വലിച്ചെടുക്കുന്നു, തുടയ്ക്കുന്നു, എഴുതുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കാൻ നേരത്തുണ്ടല്ലോ, കർച്ചീഫ് ഓരോ വട്ടം ഓരോന്നോരോന്നായിട്ടാണ് പോക്കറ്റിൽ നിന്ന് പൊങ്ങി വരുന്നത്. ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കി, നമ്മളല്ലെങ്കിൽ ഇച്ചിരി സൂക്ഷ്മ നിരീക്ഷണം നടത്തുമല്ലോ. നോക്കിയപ്പോൾ എന്താ, ചപ്പാത്തിക്കകത്ത് കോപ്പി എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങളെ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് അതുക്കും മേലെ കോപ്പി എഴുതാം, വിശപ്പ് മാറും, തെളിവും നശിപ്പിക്കാം. എങ്ങനെയുണ്ട്? ഇതൊന്നും കേട്ട് നിങ്ങളാരും പോയി അനുകരിക്കല്ലേ. സീസൺ 4 പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ആണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് funsupon8time@gmail.com മെയിൽ ചെയ്യുക.